ഇത് വായിക്കാൻ എന്താ ഈ കാണിക്കുന്ന ഒറ്റ അങ്ങനെ കണ്ടല്ലോ. ഇതെന്താ? ആ ട്രാൻസ്ഫർ. ഇതാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് വായിക്കാൻ. ഈ സ്കൂളിൽ പോയിട്ട് എന്താ കാട്ടുന്നത്? രാവിലെ ഒരു ഒന്നും പോകണ്ടല്ലോ. ഇതെന്താ? ആ ആ ഇതെന്തൊക്കെ പറയാത്ത താമസക്ക് അന്റെ ഈ മാസം എനിക്ക് എന്തേലും പരീക്ഷക്ക് എത്ര മാർക്ക് കിട്ടിയത് ക്ലാസ് ടെസ്റ്റിന്? എന്താണിത്? ഞാൻ ഒരു പണി ചെയ്യുന്ന ഈ കാണുന്നുണ്ടാ? മൊബൈലല്ല, അത് പിന്നെ സിസ്റ്റം. പിന്നെ എന്താ കോളാമ്പി മൈക്ക് ഒന്ന് കുറച്ച് വെക്കും, ലേശം കുറച്ച് വെക്കും, അത്ര മതി. വേറെ കുഴപ്പമില്ല. ഞാൻ കുട്ടിയുടെ ചെവി അടിച്ചു പോവും. ആകെ ഒരു വൈകുന്നേരം എത്തി ഇക്കൊണ്ട പണി കഴിഞ്ഞിട്ട് ഒന്ന് പഠിപ്പിക്കാതിരിക്കണ്ട. അതിനിടയിൽ കോളാമ്പി മൊയ്ക്ക് പഠിപ്പിച്ചൂടെ? അല്ലാതെ പഠിച്ചൂടെ? ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ എന്താണ് ഇതായിട്ട് ഞാൻ ഇനി അപ്പുറത്ത് പോയിരിക്കണം? പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ വീട്ടില് പെണ്ണുങ്ങൾ ചെയ്യണ സാധാരണ ചെയ്യണ പണി തന്നെയാണ്. ചെയ്യണോണ്ട് എന്താ കുഴപ്പം? ഇവിടെ സാധാരണ ചെയ്യുന്ന പണിയല്ല, അതിന് കൂട്ടിലടിച്ചിട്ടുള്ളിൽ. എന്താണ് ഇതിന്റെ ഉള്ളിൽ ഇത്ര കൂടുതൽ? നിങ്ങൾക്ക് ആ അപ്പുറത്തുള്ള വെള്ളം അറിയോ? ഷാനിബാനെ കെട്ടിയോനെ രാവിലെ അയാള് അവളെ ബ്രേക്ക്ഫാസ്റ്റിന് സഹായിക്കും. പിന്നെ അയാള് 10 മണിയാകുമ്പോ ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആ കുട്ടിനെ പഠിപ്പിക്കും. എന്നിട്ട് രാത്രി ഡിന്നറുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അയാൾ കിടന്നുറങ്ങുന്നത്. നിങ്ങളോ 7 നേരത്തിന്റെ മുകളിൽ നിന്ന് നിൽക്കും. ഈ കുട്ടിനെ പഠിപ്പിക്കല്, ഈ വീട്ടിലെ പണികൾ ഒക്കെ എന്റെ വലയില. അതായത് ഞാൻ ചലച്ചിട്ട് പോവാൻ വരട്ടെ. ഷാനിബാന്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. ഞാൻ അതല്ല, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. എനിക്ക് ഓഫീസിൽ ഇരുന്നിട്ടും വർക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് തീരാത്തത് ബാക്കി ഇവിടെ വന്നിരുന്ന് തീർക്കുകയാണ്. അപ്പൊ അതിന്റെ സ്ട്രെസ് എനിക്കുണ്ട്. അതിലിടയ്ക്ക് അന്റെ കോളാമ്പി മൈക്ക എന്റെ ചെവിയിലേക്ക് വെക്കരുത്. കുട്ടിയുടെ ചെവി എന്തായാലും നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് മര്യാദക്ക് മനസ്സിലാക്കുക. ഒരു പണി ചെയ്യാൻ സമ്മതിക്കും. ഞാൻ മര്യാദ കൊടുക്കാതെ അപ്പുറത്തെ പ്രശ്നങ്ങൾ നോക്കാം. പണ്ടല് വേണിച്ചിട്ട് വയ്ക്കുക, തല വേണിച്ചിട്ട് വയ്ക്കുക, ഒരു കോരത്തിന് നിന്നൊന്നും സഹായിക്കില്ല. ആര്? ഞാനാ? പിന്നെ ഇതൊക്കെ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യണ തന്നെയാണ്. നിർത്തോ? കാലങ്ങളായിട്ട് നിങ്ങള് കെട്ടിയമാരെ സ്ഥിരമായിട്ട് പറ്റില്ലേ? ഞാൻ എന്തൊക്കെ പണിയപ്പോ ചെയ്യണ്ട്? എന്തൊക്കെ പണി ചെയ്യേണ്ടതാ? ആ ചെങ്ങായി എന്തോരോളം സഹായിക്കുന്നുണ്ട്. ഞാൻ മാത്രം അതിനുള്ളിൽ അടുക്കള 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 4 നേരം എടുക്കണം. ഒരിടക്ക് ഇതിനെപ്പോഴത്തെ സാധനം 10 പൈസ വിലണ്ടതിന് നിങ്ങൾ അതേപോലെ തന്നെ. എങ്ങനെ ഉണ്ടാവുക? ഈ കുട്ടികളോട് പെരുമാറുന്ന രീതിയല്ലേ ഇത്? അന്റെ ബഹളം, അന്റെ ഒച്ച എന്താണിത്? ശബ്ദ മലിനീകരണ ഇതൊക്കെ ഒരു നിശ്ചിത ഡെസിബലിൽ ഉണ്ട് ട്ടാ ഈ ശബ്ദം പുറത്തേക്ക് തള്ളുന്നതിന്. ഈ അതിന്റെ അപ്പുറം പരിധി കവിഞ്ഞിരിക്കുന്നു. എന്ത് പറഞ്ഞാല് ഷാനിബാന്റെ ഭർത്താവ്. എനിക്കിപ്പോ എന്തായാലും ഷാനിബാന്റെ ഭർത്താവ് ആവാൻ പറ്റില്ല. ഞാൻ അടുത്ത ജന്മത്തില് ഷാനിബാനെ കെട്ടിയിട്ട് നോക്കിക്കോളാം. എന്താ പണ്ട് സമാധാനം കുറവ് ഇവിടെ? അല്ല ആർക്കിപ്പോ എന്താ ഇവിടെ സമാധാന കുറവ്? അല്ല ഈ ഞാൻ മാറി നിറയൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. എനിക്കിവിടെ പണിയും ചെയ്യണം, മതി പഠിച്ച്. ഈ ജാതിയിൽ പഠിപ്പിച്ചാലൊന്നും മക്കൾക്ക് പഠിയില്ല. അതൊക്കെ പോലും പഠിഞ്ഞ ക്ലാസ് ടെസ്റ്റും അത് കഴിഞ്ഞ ഇയർലി ടെസ്റ്റും എല്ലാത്തിലും ചെക്കനുണ്ട്. ഇപ്പൊ തന്നെ ചെക്കൻ എവിടെ നിൽക്കുന്നത്? സമാധാനത്തിൽ സാവകാശം കുട്ടിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. പോത്തിനെ തല്ലിയിട്ട് ഇങ്ങനെ കണ്ടത്തിക്കൂടെ പായിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ എന്നോട് വേദോധനം വല്ലാത്തൊരിടങ്ങറ്. ഞാൻ ഇതൊക്കെ കൂടി ഇവിടുന്ന് തല്ലി പൊട്ടിച്ചിട്ട് ഞാൻ എങ്ങനെയും പോവാ. പിന്നെ നന്നായി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ കൊട്ടക്കണക്കിനാ പൊരിച്ചിരിക്കുക. എന്താണ് ഞാൻ ഒന്നും കൊട്ടക്കുറക്കിന് പൊരിച്ചെരിഞ്ഞു തന്നില്ലേ? ഈ വീട് എനിക്ക് കാറുക. അന്റെ ഉപ്പ ഉണ്ടാക്കിയ കടം, ഗൾഫ് പോയി വന്നിട്ട് പിന്നെ ഇവിടെ നാട്ടിൽ നിന്ന് ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കടം, അത് ഞാനല്ലേ വീട്ടിയത്? അല്ലേ? അന്റെ അനുജത്തി, അന്റെ എഴുത്തിയുടെ ഭർത്താവ്, എന്റെ മൂത്തച്ഛൻ, മൂപ്പരുണ്ടാക്കിയ കടം ഞാനല്ലേ വീട്ടിയത്? അന്റെ അനുജത്തിയുടെ കല്യാണം, അതിന് സ്വർണം കൊടുക്കാൻ അതൊക്കെ ഞാനല്ലേ ചെയ്ത്? ഞാൻ ഈ പണി ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്.
ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നാണം കെട്ട വർത്താനം പറയും. നിങ്ങളെ കണക്ക് പറയാണല്ലേ, കണക്ക് ഈ പറയിപ്പിച്ചതാണല്ലേ. കുടുംബം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെലവുണ്ടാവും. പിന്നെ എന്തിനാ നിങ്ങൾ ഈ കുടുംബത്തിൽ കയറി വന്നത്? ഞാൻ പറഞ്ഞ കുടുംബത്തിൽ കയറി വരാന് മനുഷ്യന്മാരെ പഠിക്കാനും സമ്മതിച്ചില്ല. നോക്കുക എന്താ ഞാൻ പഠിക്കാൻ അന്നോട് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു പഠിച്ചോ, പഠിക്കാൻ പോയിക്കോ. ഈ പോയാ പിന്നെ അപ്പത്തിനും കുട്ടികളായി എങ്ങോട്ട് പോവാനാ? കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടാവുന്ന സ്വാഭാവികം തന്നെയാണ്. ഈ വെറുതെ കുട്ടികളെ വർത്താനം പറയുന്നത് പറഞ്ഞ കണക്കൊക്കെ ഇത്രയും കാലങ്ങൾ മനസ്സിനുള്ളിൽ വെച്ചിരിക്കരുന്നില്ലേ? ഇപ്പോഴല്ലേ പുറത്തേക്കത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലോ. പറയിപ്പിച്ചതല്ലേ അല്ലേ? എന്തേലും ചെയ്യേ, ഞാൻ എന്റെ കുട്ടികളിൽ പോയിക്കോളാം. അല്ലാത്തൊരു മുസീബത്തിന്റെ പടച്ചോനെ. ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല വെച്ചാല് അപ്പ വന്നിട്ട് മണ്ടാറം വരും. എടാ മൂട് എങ്ങടേലും തല തല്ലി പൊളിച്ച് പോവുകന്നല്ലേ. ഹോ, ഇത് കിടന്നുറങ്ങപ്പോ രാവിലെ 10:30 മണിയായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും കിടന്നുറങ്ങി. നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എന്താ കണ്ടിക്കണത്? ഏറ്റവും വലിയ ആശ്ചര്യക്കേടാണ് ഈ കാണുന്നത്. ഏയ് ഇക്ക ഇക്ക, ഇവിടെ എണീറ്റാണ് നിങ്ങളിത്. എന്തെങ്കിലും ഈ കാണിക്കണത്? നിങ്ങൾ എന്ത് പകല് കിടന്നുറങ്ങണത്? നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങിക്കൂടെ? നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങിക്കൂടെ? നിങ്ങൾ ഈ മനസ്സിലടങ്ങാക്കാനായിട്ട്. അപ്പൊ പകല് ഞാൻ പണിയെടുക്കുമ്പോ എന്നെ ആരും ഒന്ന് സഹായിക്കും? എനിക്ക് രാത്രിയും പണിയാണ്, പകലും പണിയാണ്. നിങ്ങളൊന്ന് എണീച്ചാ, നിങ്ങളൊന്ന് എണീച്ച് വാനോ. മോത്തി കിടന്നുറങ്ങിയത് നിങ്ങൾ എണീച്ചു വന്നാ. വാ എണീച്ചു വാ. അവിടെ മീനും സാധനമൊക്കെ നേരാക്കാണ്ട് നിങ്ങളൊന്നും എണീച്ചു വന്ന ഒരു കടന്നുറങ്ങല്. അല്ലേ, ഈ പകല് കിടന്നുറങ്ങാന്ന് പറയാ ഇതിലും വലിയ നശിക്കല് വേറെ ഇല്ലാന്നാ പറയാ. എന്റെ വല്യമ്മ എല്ലാരും അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ വന്നങ്ങളിത് വരുന്നു ഇവിടെ വന്നോളിട്ടാ വരുന്നു. ഇല്ലെങ്കിൽ എന്നെ ഉച്ചക്ക് ചോറുണ്ടാവില്ല കേട്ടാ. ആ പണിക്ക് തന്നെ കദീജാത്തൊന്നും വന്നിട്ടില്ല. ആ കൊന്ന മയ്യ വേണമെങ്കിൽ എന്നാ മതി. എന്തൊരു കഷ്ടാലോചിച്ചൊന്ന് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല മനുഷ്യന്. രാവും പകലും പണിയാണ്. നീച്ചാന്ന് വേണ്ട, നീ ആണുങ്ങള് നീക്കാതിരുന്നിട്ട് അശൂലം വേണ്ട. എന്താണ് കഴിഞ്ഞ പാത്രം കഴുകല് ഇത് കഴിഞ്ഞ് ഡ്രസ് മടക്കാണ്ട് അതിന് വേറെ വരുന്നുണ്ടോ? പണ്ടാറടങ്ങാനായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാനും സമ്മതിക്കില്ല. എന്താണ് ഈ കെടുക്കണതൊക്കെ? ഇവൾക്ക് ഇവിടെ എന്താ പണി? വലിയ ഡയലോഗ് അടിക്കണ കേട്ടിട്ടുണ്ട് വെച്ചെങ്കില്. കണ്ടോ, ഒക്കെ ആകെ ഇങ്ങനെ അവിടെ ഇവിടെയും വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഞാൻ മടക്കി വെക്കണം. രണ്ടെണ്ണം കൊട്ടുത്താലോ പോയിട്ട്. വേണ്ട, വെറുതെ ഉള്ള കൈക്ക് പണി ഉണ്ടാക്കണ്ട. ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ ഒന്നാണ്ട് ആ തിരുമ്പി അലക്കി ഇങ്ങോട്ട് കൊടുന്നിടുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് മടക്കി വെച്ചാ മതി. അത് ചെയ്യില്ല. ഇതിപ്പോ ഞാനാണ് ഇവിടുത്തെ ഭാര്യ, ഓള് ഇവിടുത്തെ ഭർത്താവും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? രണ്ട് മക്കളായല്ലോ വെച്ചിട്ട് സഹിക്കാണ് ഞാൻ. ചവിട്ടി പുറത്താക്കി അറിയാനിട്ടല്ല, ഞങ്ങളുടെ മൂട്. ഏത് കഷ്ടകാലം പിടിച്ച നിമിഷത്തിലാണ് അതിനക്ക് പ്രേമിക്കാൻ തോന്നിയത്?
ആലോചിച്ച് നോക്കുകയാണ് ഞാനേ. അല്ല, മനുഷ്യന് ഓരോ ദുരന്തങ്ങൾ വന്നു ചേരുക അവിചാരിതമായിട്ടാണല്ലോ. നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ലല്ലോ ഇപ്പൊ തോന്നുന്നു. കണ്ടോ, ഇതൊക്കെ ഒരു ഭാഗത്ത് അവിടെ ഇട്ടിരിക്കുന്നു. ഇതുള്ള ചുരിദാറ് അല്ലാത്തൊരു ഇടങ്ങറ് മണ്ടാറടങ്ങാനായിട്ട്. എന്താ നിങ്ങളിങ്ങനെ പണ്ടാറടക്കണത്? ഈ ഒരു 2 ഡ്രസ്സും മടക്കാൻ പറഞ്ഞാൽ എത്ര പണ്ടാറടക്കുള്ളത്? ഞാൻ അവിടുന്ന് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഈ അനക്ക് ആ വാഷിംഗ് മെഷീനിൽ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഉണക്കിയിട്ട് അങ്ങോട്ട് വെക്കുന്ന സമയത്തൊന്ന് മടക്കി വെച്ചാൽ എന്താ കുഴപ്പം? പൊന്നാരക്കായ, നിങ്ങൾ ഏതെങ്കിലും കാലത്ത് പറഞ്ഞ മാതിരി ഇനി ഒന്ന് സഹായിക്കല്ലേ ചെയ്യുള്ളൂ. അതിന് ഇങ്ങനെ ഇട്ട് പണ്ടാറടക്കണം. ഇത് ഏത് നേരത്തും എന്നെ സഹായിക്കൽ തന്നെ. എനിക്ക് എന്റെ പണി ചെയ്യണം. അത് രാവും പകലും ഇല്ലാണ്ട ഞാൻ ചെയ്യുന്നുണ്ട്. അത്ര സ്ട്രെസ് ഉണ്ട് എനിക്ക്. അതൊന്ന് മനസ്സിലാക്ക്. പിന്നെ അതിലിടയ്ക്ക് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ വരുന്നത്. വല്ലാത്തൊരടങ്ങാറായല്ലോ ഇത്. ചിലക്കണ്ട എന്റെ മജ്ജത്തും കട്ടിലേക്ക് ഇപ്പണ്ട അടക്കിയരാ ഞാൻ. എന്നാ ഇതിനൊക്കെ ഞാൻ അനുഭവിക്കും, നോക്കിക്കോട്ടാ. പറഞ്ഞില്ല വേണ്ട. പൊന്നാരേ, ഏത് നേരത്താണ് ഇതിനെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടത്? കേക്കി കേക്കി ഇങ്ങനെ ചിലക്കണ്ട. മതി, അതൊക്കെ കഴിഞ്ഞിരിക്കണ. ഇത് മതി. ഇനി വയ്യാത്ത ഇനി പിന്നെ ചെയ്യാം. തലവേദനിച്ചിട്ട് വയ്യ. 30, 37, 30 ഏതെങ്കിലും ഒന്ന് പറയേ. അത് വലത്തോട്ട് പോവാ, പിന്നെ എടുത്തോട്ട്, പിന്നെ നേരെ പോവാ. ഒരു ബിൽഡിംഗ് ആണ്. അതന്നെ ഞങ്ങൾ ഉണ്ടാക്കണ. വേണ്ട വേണ്ട. ഷംല, ആ തോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളാം. എനിക്ക് എന്തോ ഒരു ഭയങ്കര ദാഹം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ. ചാവാൻ പോവാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കരുത് ഒരാൾക്ക്. നമുക്ക് പറ്റുമോ? എനിക്ക് ഇവിടുന്ന് നീക്കാൻ വയ്യാനിട്ടാണ്. ഈ ഒന്ന് പോയിട്ട് എടുത്തോണ്ട് വേണ്ട. ഈ അവിടെ ഇരുന്നോ, അന്ന അതിൽ കുഴിച്ചിട്ടോ. ഞാൻ പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തോ. ഷംല, ഷംല, ഷംല. ഓ, വെള്ളം ഇല്ലെങ്കിൽ ആ മോട്ടർ ഓൺ ആക്കിക്കളാം. ഹലോ. ഓ, വല്ലാണ്ട് നടന്നു കളിക്കല്ലേ. എന്താണ് എന്തുപറ്റി? ഇക്ക എന്താണ് ഉണ്ടായത്? ഇക്ക ഇക്ക എണീക്ക്. ഇക്ക എടാ, അപ്പുറത്തുള്ള കാര്യം വിളിച്ചു കൊടുത്ത വണ്ടിട്ട് വരാൻ പറയേ. ഇക്ക റബ്ബേ. എന്താണ് അയാൾക്ക് പ്രശ്നം? ശരിക്കും അയാള് ഇത്രമാത്രം ടെൻഷൻ എടുക്കണ്ട. എനിക്കറിയില്ല, പെട്ടെന്ന് പിടിച്ചിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞു വീഴുമായിരുന്നു. അയാൾക്ക് ഉറങ്ങാറൊന്നുമില്ലേ? മരക്ക് റെസ്റ്റ് കൊടുക്കാറില്ലേ? ഇക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, റെസ്റ്റ് ഒക്കെ എടുക്കണ്ട്. പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ് പുള്ളിക്ക് എപ്പോഴും ഉണ്ടാവുക. പകൽ ഉറങ്ങാറില്ല? പകല് കിടന്ന് ഉറങ്ങും. ഇല്ലില്ല ഇല്ലില്ല. എന്താ
രാവിലെ ഫുള്ള് ഇപ്പൊ ഇരുന്ന് കമ്പ്യൂട്ടറിൽ കിടന്നിട്ട് എന്തോ ഒരു പണി ചെയ്യും. അത് കഴിഞ്ഞ് രാത്രി ഇപ്പൊ കിടന്നുറങ്ങുന്ന സമയത്ത് ഇമ്മ പോയി വീട്ടിലത്തെ എല്ലാ ജോലിയും ഏൽപ്പിക്കും. ഇന്നലെ രാത്രി സംഭവിച്ചത്, ഞങ്ങൾ TV കാണുന്ന സമയത്ത് ഇപ്പൊ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഉമ്മ വെള്ളം കൊണ്ടു കൊടുത്തില്ല. ഉമ്മയുടെ പേര് കൊറേ വിളിച്ച്, ഉമ്മ വിളി കേട്ടില്ല. അവസാനം ഞാൻ പോയി നോക്കുമ്പോ ഇപ്പൊ അവിടെ ബോധം കെട്ട് കിടക്കണം. എന്നിട്ട് ഉമ്മാനെ വിളിച്ചപ്പോ ഉമ്മക്ക് കുറച്ച് മൈൻഡ് ഉണ്ടായിരുന്നില്ല, പിന്നെ മൈൻഡ് ഉണ്ടായി. ഇവൻ പറഞ്ഞ പോലെ ഒന്നല്ല, രാത്രിയാണല്ലോ ഡ്യൂട്ടി. അയാളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയുന്നു. അയാളുടെ അവസ്ഥ അറിയാം എനിക്ക്. അയാൾക്ക് 4 ബ്ലോക്കാണ്, ഒരു ഭാഗം കൊണ്ട് തളർന്നു. മര്യാദക്ക് റെസ്റ്റ് കൊടുത്താൽ ഒരു മനുഷ്യജീവനാണല്ലോ. അയാൾ രാത്രി പണി പകലും പണി, എന്നിട്ട് നിങ്ങളാണ് ഒന്നും ഉറക്കില്ല എന്നല്ലേ കുട്ടി. അവര് കള്ളം പറയില്ലല്ലോ. നിങ്ങൾ അവരെ വേണ്ടപ്പെട്ട ആരോഗ്യം അറിയിച്ചോളൂ കേട്ടാ. മര്യാദക്ക് റെസ്റ്റ് ഇല്ലാത്ത പ്രശ്നമാണ് അയാൾക്ക് വന്നിട്ടുള്ളത്. റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പാവ രക്ഷപ്പെട്ടായിരുന്നു. ഡോക്ടറെ, എത്ര കാശ് വേണമല്ലോ ഞാൻ തരാം. എടുക്കാനൊന്ന് നിങ്ങൾ ഇത് നമ്മുടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അസുഖം വരുന്നകാട്ടി മുന്നേ നോക്കേണ്ടത്. അസുഖം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതോടെ നടക്കുന്നതാണ്. അസുഖം വരുന്നകാട്ടി മുന്നേ നിങ്ങൾ ചികിത്സ നോക്കേണ്ടിയിരുന്നു. അതാ മര്യാദക്ക് റെസ്റ്റും ഉറക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഷെഫിക്കൊന്നും ഈ ഗതി വരില്ല. നിങ്ങളത് ശ്രദ്ധിക്കാണ്ട് പറ്റിപ്പോയി. എന്തായാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇനി. ഓക്കെ, ശരി. ഞാൻ എന്തായാലും നിങ്ങൾ അവിടെ ഇരുന്നോളൂ, വാട്ടിരുന്നോളൂ, ഞാൻ വരാം.